Okay. So computational physics is an emerging field. കുറച്ച് നാൾ മുമ്പ് വരെ നമുക്ക് ഫിസിക്സിന് ചോദിച്ചാൽ രണ്ട് ബ്രാഞ്ചാണ് ഉണ്ടായിരുന്നത്, തിയററ്റിക്കൽ ഫിസിക്സും അതുപോലെ എക്സ്പെരിമെന്റൽ ഫിസിക്സും. പക്ഷേ നമുക്കറിയാം 1960s ശേഷം ട്രാൻസിസ്റ്ററൊക്കെ കണ്ടുപിടിച്ചു, അതുപോലെ കമ്പ്യൂട്ടറൊക്കെ കണ്ടുപിടിച്ചു തുടങ്ങിയപ്പോൾ തന്നെ കമ്പ്യൂട്ടറിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു സ്റ്റാറിനെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഗാലക്സി ക്രിയേറ്റ് ചെയ്യാം, ഒരു എൻ്റയർ യൂണിവേഴ്സ് തന്നെ വേണം നമുക്കൊരു കമ്പ്യൂട്ടറിൽ സിമുലേഷൻ വഴിയൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കമ്പ്യൂട്ടറുകൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് വന്നതോട് കൂടിയിട്ട് ഫിസിക്സ് പ്ലസ് കമ്പ്യൂട്ടർ കമ്പൈൻ ചെയ്തിട്ട് ന്യൂമറിക്കൽ മെത്തേഡ്സും പ്ലസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജും അത് ഫിസിക്സിലെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കമ്പ്യൂട്ടേഷണൽ ഫിസിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് എമർജ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ റിസർച്ചും ഏത് തിയറി പഠിക്കുകയാണെങ്കിലും അതുപോലെ എക്സ്പെരിമെൻ്റ് ചെയ്യുകയാണെങ്കിലും കമ്പ്യൂട്ടേഷണൽ ഫിസിക്സ് അറിഞ്ഞിരിക്കുന്നത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള സംഭവമാണ്. കാരണം അതില്ലാതെ നമുക്ക് ഇനിയുള്ള കാലത്ത് ഹയർ ലെവലിൽ ഫിസിക്സ് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുക, അതുപോലെ കുറച്ച് ന്യൂമറിക്കൽ ടെക്നിക്സ് പഠിക്കുക, പിന്നെ ഫിസിക്സിൽ എങ്ങനെയാണ് അതൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് നമ്മൾ പഠിക്കുക. അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഇയറിൽ ലാസ്റ്റ് സെമ്മിൽ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് സുഹൈർ സാറായിരിക്കും എടുക്കുക, ബാക്കിയുള്ളത് ഞാൻ എടുക്കും. ഓക്കെ. അപ്പം ഇത് ശരിക്കും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് വരാൻ തന്നെ കുറച്ച് ടൈം എടുക്കണം. അത് നിങ്ങൾക്ക് ആദ്യം ഇന്ന് തന്നെ ഒരു അസൈൻമെൻറ്റ് തരാം. ആ അസൈൻമെൻറ്റ് എല്ലാവരും സബ്മിറ്റ് ചെയ്യാം. ഓക്കെ. ഇത്രയുള്ള സംഭവം. അതായത് പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. അതായത് എന്തെങ്കിലും ഒരു മെയിൻ ജോബിനെ നമ്മൾ കുറേ സ്റ്റെപ്പുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. ആദ്യം ഒരു കാര്യം ചെയ്യുക, അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം ചെയ്യുക. ഓക്കെ. അങ്ങനെ അവസാനം റിസൾട്ടിലേക്ക് എത്താം. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് കമ്പ്യൂട്ടറിലൊക്കെ എടുക്കുക. എന്ത് പ്രോബ്ലം ചെയ്യണമെങ്കിലും ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ചാണ് കമ്പ്യൂട്ടറിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഏത് പ്രോബ്ലം ആണെങ്കിലും നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം ആദ്യം ചെയ്യണം, ഇടയ്ക്ക് ചെയ്യേണ്ട കാര്യം ഇടയ്ക്ക് ചെയ്യണം, അവസാനം ചെയ്യേണ്ട കാര്യം അവസാനം ചെയ്യണം. അങ്ങനെ ഒരു ഓർഡറിൽ ചെയ്തു പോകണം, സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്തു പോകണം. അങ്ങനെ നമ്മൾ അവസാനം എത്തണ വരെ നമുക്ക് റിക്വയർഡ് റിസൾട്ട് കിട്ടുന്ന വരെ നമ്മൾ ആ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ സ്റ്റെപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആവശ്യമില്ലാത്ത സ്റ്റെപ്പുകൾ നമ്മൾ ഇടരുത്, എന്നാൽ ആവശ്യമുള്ള സ്റ്റെപ്പുകൾ ഇടും വേണം. ഓക്കെ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് തരുന്ന ഒരു അസൈൻമെൻറ്റ്. നിങ്ങൾ ചെയ്യുന്ന ഒരു വർക്ക് അതിനെ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാൻ വർക്ക് പറയാൻ എന്താന്ന്, വർക്കൊന്നുമില്ല, നിങ്ങൾ ഡെയിലി അല്ലെങ്കിൽ എപ്പോഴും ചെയ്യുന്ന, ഡെയിലി ഒന്നിലധികം പ്രാവശ്യം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നമ്മളൊരു റോഡ് ക്രോസ് ചെയ്യുക. ഓക്കെ. റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ റോഡിൽ കൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് നമുക്കറിയാം. നമ്മൾ അതിൻ്റെ റോഡ് ക്രോസ് ചെയ്യുക, റോഡിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പോവുക, സേഫായിട്ട് എത്താം. ടു സേഫ്ലി ക്രോസ് എ റോഡ്, അതൊരു പ്രോസസ്സാണ്. മനസ്സിലായല്ലോ? നിങ്ങൾ പല പ്രാവശ്യം ചെയ്യാറുണ്ട്. അപ്പോൾ കോളേജിൻ്റെ അവിടെ വന്ന് വണ്ടി ഇറങ്ങുകയാണെങ്കിൽ അപ്പുറത്തേക്ക് നിങ്ങൾ ക്രോസ് ചെയ്ത് പോകും. അതുപോലെ കോളേജ് വിട്ട് പോവുകയാണെങ്കിൽ കോളേജിൻ്റെ അവിടെ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് വണ്ടി കയറാനായിട്ട് പോകും. അപ്പോൾ റോഡ് ക്രോസ് ചെയ്യുക. അപ്പോൾ ഹൈവേ ഒന്നുമല്ല, നമ്മുടെ കോളേജിൻ്റെ ഫ്രണ്ടിലത്തെ റോഡായിക്കോട്ടെ, 2 റോഡോ അല്ലെങ്കിൽ 6 ട്രാക്ക് റോഡൊന്നുമില്ല, നമ്മുടെ ഒരു സിംഗിൾ റോഡ്, നമ്മുടെ കോളേജിൻ്റെ മുമ്പിലുള്ള ഒരു സിംഗിൾ റോഡ്. അങ്ങനെ ഇതാണ് പ്രോബ്ലം, ഹൗ ടു സേഫ്ലി ക്രോസ് എ റോഡ്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഒരു സ്റ്റെപ്പ് 1 ആയിട്ട് കൊടുക്കുക. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് എന്ന് കൊടുക്കുക, സ്റ്റാർട്ട്. ഓക്കെ. പിന്നെ സ്റ്റെപ്പ് 2 എന്താ ചെയ്യേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ലോജിക്ക് പോലെ നിങ്ങൾ ആലോചിക്കുക. സ്റ്റെപ്പ് 2 എന്താ ചെയ്യണം, സ്റ്റെപ്പ് 3 എന്താ ചെയ്യണം, സ്റ്റെപ്പ് 4 എന്ത് ചെയ്യണം.
അങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പ് എത്തിയെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റെപ്പ് 6-ാമത്തെ 7-ാമത്തെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ എൻഡ് എന്ന് കാണിക്കുക. മനസ്സിലായില്ല? അപ്പോൾ ഒരു സ്റ്റാർട്ട് ഉണ്ടായിരിക്കണം, ഒരു എൻഡ് ഉണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു പ്രോസസ്സിനെ ഡിവൈഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറയുക അൽഗോരിതം എന്ന് പറയാം. റൈറ്റിംഗ് ആൻഡ് അൽഗോരിതം. മനസ്സിലായില്ലേ? അപ്പോൾ ചില ആൾക്കാർ നിങ്ങൾ കേട്ട ഇന്റർവ്യൂലൊക്കെ കേട്ട ഞാൻ മൈ പ്രൊഫഷൻ ഈസ് എൻ അൽഗോരിതമിസ്റ്റ് എന്നൊക്കെ പറയാം. ഒരു അൽഗോരിതം എഴുതലൊക്കെയാണ് അവരുടെ ജോലി. അത് തന്നെ ഒരു ടാസ്ക്കാണ്. അവിടെ ഒന്നും കമ്പ്യൂട്ടറൊന്നും വേണ്ട, പ്രോഗ്രാമിംഗ് ഒന്നും വേണ്ട. ജസ്റ്റ് ടേക്ക് എ വൈറ്റ് പേപ്പർ ആൻഡ് റൈറ്റ് എ അൽഗോരിതം. അപ്പോൾ നിങ്ങളുടെ ടാസ്ക് മനസ്സിലായല്ലോ. അസൈൻമെന്റ് ഞാൻ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഞാൻ ഇടാം. അപ്പോൾ അതെല്ലാവരും അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്തോളാം കേട്ടോ. അധികം ദിവസം തരില്ല, 2-3 ദിവസമൊക്കെ വരില്ല. കാരണം റോഡ് ക്രോസ് ചെയ്യാനായിട്ട് അത്ര സമയമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എത്രയും വേഗം അത് അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അതായത് ഒരു അൽഗോരിതമാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അസൈൻമെന്റിൽ അതിലിടുക. അതിനെ നമ്മൾ എന്താ പറയുക, അൽഗോരിതം എന്ന് പറയും. അൽഗോരിതം. അങ്ങനെ വൺസ് ഒരു പ്രോസസ്സ് നമ്മൾ അൽഗോരിതം എഴുതി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പായിട്ടാണ് നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ചൂസ് ചെയ്യുക. കമ്പ്യൂട്ടറിനെ കൊണ്ട് ആ ടാസ്ക് ചെയ്യിക്കാൻ പോവാണ് നമ്മൾ. അല്ലെങ്കിൽ നിങ്ങളുടെ മോഡേൺ ലാംഗ്വേജിൽ പറഞ്ഞാൽ റോബോട്ടിനെ കൊണ്ട് ചെയ്യിക്കാൻ പോവാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് ഒരു പൈത്തൺ എന്ന് പറഞ്ഞ ലാംഗ്വേജ് ആണ്. ഇതിനു മുമ്പ് നിങ്ങൾ ചിലപ്പോൾ പല ലാംഗ്വേജ് പഠിച്ചവരുണ്ടായിരിക്കാം. അപ്പോൾ ആ ലാംഗ്വേജിനേക്കാളൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ ലാംഗ്വേജ്. സിയോ C++ഓ ബേസിക് എന്താ പറയുക, പലതരത്തിലുള്ള ബേസിക് ലാംഗ്വേജുകളോ ജാവയോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെയൊക്കെ പഠിച്ചിട്ടുള്ളവർ അതൊക്കെ ഒന്ന് ജസ്റ്റ് മറന്നു കളയാം. പുതിയൊരു ലാംഗ്വേജ് പഠിക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഞാൻ ആദ്യം പൈത്തൺ ലാംഗ്വേജിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. കാരണം ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ പറഞ്ഞോളാം. കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ എങ്ങനെയാണ് ഈ ലാംഗ്വേജിലേക്ക് വരണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അത് ഞാൻ എന്തായാലും പിന്നീട് എപ്പോഴെങ്കിലും പറയാം. ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ മൊബൈലിൽ പ്രാക്ടീസ് ഒക്കെ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മൊബൈലിൽ നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് ഞാൻ ആദ്യം തന്നെ ജസ്റ്റ് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എങ്ങനെയാണ് നമ്മളത് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ അങ്ങോട്ട് നോക്കാം. മനസ്സിലായല്ലോ? ഇതിൽ കുറേ കാര്യങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡക്ടറി കാര്യങ്ങളൊക്കെ. അതൊക്കെ ഞങ്ങൾക്ക് പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളിവിടെ പ്രാക്ടിക്കലിന് വരുമ്പോൾ നമ്മൾ ലിനക്സിൽ ഉബുണ്ടുവിലാണ് നമ്മൾ ഇത് ചെയ്യുക. നമ്മുടെ എല്ലാ കമ്പ്യൂട്ടറിലും ഉബുണ്ടു ആണ്. ഇപ്പോൾ ലിനക്സിലാണ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കമ്പ്യൂട്ടറൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുക. വിൻഡോസിലും ചെയ്യാൻ പറ്റും. വിൻഡോസിൽ ചെയ്യണമെന്ന് വാശിയുള്ളവർക്ക്, നിർബന്ധമുള്ളവർക്ക് അതിൽ ചെയ്യാൻ കുഴപ്പമില്ല. അതിന് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കാണിച്ചു തരാം. പക്ഷെ നോർമലി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതെല്ലാം ലിനക്സിലായിരിക്കും. ലിനക്സ് നിങ്ങൾക്ക് അറിയാം, വളരെ പവർഫുൾ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. മോസ്റ്റ് പവർഫുൾ ആണ്. വിൻഡോസിനേക്കാളൊക്കെ ഒരുപാട് ഫാർ ബെറ്റർ ആണ്. അതുപോലെ വൈറസ് ഒന്നും അറ്റാക്ക് ചെയ്യില്ല. സിസ്റ്റം വളരെ സ്റ്റേബിൾ ആയിട്ട് വർക്ക് ചെയ്യും. വലിയ സിസ്റ്റംസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് ലിനക്സ് ബേസ്ഡ് ആണ്. ഉബുണ്ടുവിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ പലതരം ലിനക്സുകളുണ്ട്. എല്ലാം ഏതാണ്ട് ഉള്ളിലൊക്കെ ഒന്ന് തന്നെ, പുറത്തേക്കുള്ള അപ്പിയറൻസ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. പലതരം ലിനക്സുകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഫ്ലേവർ ലിനക്സിൻ്റെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. നോർമലി നമ്മൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഉബുണ്ടു എന്ന് പറയുന്ന വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പം എൻ്റെ ലാപ്ടോപ്പിൽ നിങ്ങൾ കാണുന്നത് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ് നിങ്ങൾ ഇപ്പം എൻ്റെ സ്ക്രീനിൽ കാണുന്നത്. ആ സ്ക്രീനിൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഷെയർ ചെയ്ത നോട്ട്സ് ഇതിലുണ്ട്. ആ നോട്ട്സാണ് ഇപ്പോൾ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കണേ. അപ്പോൾ അതിലെങ്ങനെയാണ് ഉബുണ്ടുവിൽ പൈത്തൺ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ, എൻ്റെ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡ് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ഒരു ടെർമിനൽ എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് പറയൂ. ആരുമില്ലേ? കണ്ടു പോയാ? ഹലോ, ആരാളെ? ടെർമിനൽ അല്ലേ? കാണുന്നുണ്ട്. അതിവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ടെർമിനൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മളിവിടെ ഇതിന്റെ ഈ ലെഫ്റ്റ് ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ ടെർമിനൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ടെർമിനൽ അല്ലെങ്കിൽ നമ്മൾ
ടി ആണെന്നുണ്ട്. ഓൾട്ട് ടി പ്രസ് ചെയ്താലും ടെർമിനൽ ചാടി വരും, സ്ക്രീനിൽ വരും. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ടെർമിനൽ നമ്മൾ ആദ്യം എടുക്കുക. ഞാനിപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ ഒരു ടെർമിനൽ ചാടി വരും, കണ്ടില്ലേ? സാധാരണ ഇപ്പം നിങ്ങൾ അപ്പോൾ എന്താ ലിനക്സ് വിൻഡോസിലുണ്ട് ഇതുപോലെ ഒരു ഡോസ് പ്രോംപ്റ്റ് എന്ന് പറയും. ഇവിടെ ടെർമിനൽ എന്നാണ് ലിനക്സിൽ ടെർമിനൽ എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. അപ്പം അതിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പേര് അങ്ങനെ ഇങ്ങനെ ഒരു ഡോളർ പ്രോംപ്റ്റ് വരും. ഇത് കാണുന്നുണ്ടോ നിങ്ങൾ? ഡോളർ പ്രോംപ്റ്റ് കാണുന്നുണ്ടോ? അവിടെ കഴ്സർ വന്ന് ഇങ്ങനെ നിൽക്കും. ഇത് ലിനക്സിന്റെ ടെർമിനലാണത്. ലിനക്സ് ടെർമിനൽ പ്രോംപ്റ്റ് ആണ് ഈ ഡോളർ സിമ്പിൾ. അവിടെ നമുക്ക് എന്തെങ്കിലും കമാൻഡ് ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലിനക്സ് അതിന് ഉത്തരം പറയും, അതിന് ഉത്തരം കാണിച്ചു തരും. ഇപ്പം ഞാനിപ്പോൾ LS എന്നടിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ലിസ്റ്റ് ചെയ്യാൻ, ഈ ഡയറക്ടറി ലിസ്റ്റ് ചെയ്യാൻ പറയാണ്. കണ്ട, അപ്പം എൻ്റെ ഈ ഡയറക്ടറിയിലുള്ള ഫയൽസൊക്കെ അത് ലിസ്റ്റ് ചെയ്യും. പിന്നെ LSൻ്റെ തന്നെ പല ഓപ്ഷൻസ് ഉണ്ട്. LS-LTR എന്ന് പറഞ്ഞാൽ വേറെ കുറെ ഡീറ്റെയിൽഡ് ആയിട്ട് അത് ലിസ്റ്റ് ചെയ്യും. കണ്ടില്ലേ? ആരാണ് ഫയലിൻ്റെ ഓണർ, എന്താണ് ഫയലിൻ്റെ പെർമിഷൻസ്, അതുണ്ടാക്കിയ ലാസ്റ്റ് ആക്സസ് ചെയ്ത ടൈം എത്രയാണ്, ഡേറ്റ് എത്രയാണ്, ഇതെല്ലാം ഇങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി കാണിക്കും. ഇതെന്താണ്? ലിനക്സ് പ്രോംപ്റ്റ് ആണ്. ഡോളർ കാണിക്കുന്നത് ലിനക്സ് പ്രോംപ്റ്റ് ആണ്. അതുപോലെ ഡേറ്റ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരും. ഡേറ്റ്, ഇന്നത്തെ ഡേറ്റ് എത്രയാണ്, കണ്ടില്ലേ? ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ തേഴ്സ്ഡേ December 17, 3:45 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 2020 ഇയർ, അതൊക്കെ എഴുതി കാണിക്കും. അതുപോലെ ഞാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരൊക്കെ എഴുതി കാണിക്കും. കണ്ടോ? ഷാജു KY എന്നൊക്കെ എഴുതി കാണിക്കും. ഹൂ എന്നോ ഹൂ ആമൈ എന്നൊക്കെ ചോദിക്കാം. ഹൂ ആമൈ, അപ്പം എൻ്റെ പേര് മാത്രം എഴുതി കാണിക്കും. ഇതൊക്കെ ലിനക്സ് കമാൻഡുകളാണ്. അപ്പോൾ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലുമൊക്കെ താല്പര്യമുള്ളവർ ഇങ്ങനെ ലിനക്സ് പഠിക്കുക. ലിനക്സിൻ്റെ ഈ ടെർമിനൽ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആണ്. ഈ ടെർമിനലിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് കമാൻഡ്സ് ഉണ്ട്. ആ കമാൻഡ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം കമ്പ്യൂട്ടർ ഒരു മാസ്റ്ററൊക്കെ ആയിട്ട് മാറാൻ പറ്റും. മനസ്സിലായില്ലേ? ഇത് ഈ ടെർമിനലിൽ നിന്ന് എല്ലാ സംഭവങ്ങളും കമ്പ്യൂട്ടറിൻ്റെ ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് നോർമലി നിങ്ങളെ ഗ്രാഫിക്സ്, വിൻഡോസ് ഗ്രാഫിക്സ് ഈ കാണിച്ചിട്ട് നിങ്ങൾ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുന്ന പരിപാടിയാണ് സാധാരണ എല്ലാ കുട്ടികളെയും ചെറുപ്പം തൊട്ട് പഠിപ്പിക്കുക. അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താണ് പുറകിൽ എന്താണ് സംഭവിക്കണമെന്ന് അറിയാണ്ട് വെറുതെ മൗസ് ക്ലിക്കിൽ കൂടെ കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. ലെഫ്റ്റ് ക്ലിക്ക്, റൈറ്റ് ക്ലിക്ക്, ലെഫ്റ്റ് ഡബിൾ ക്ലിക്ക്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്നൊക്കെ പറഞ്ഞ് ചെറിയ കുട്ടികളെയൊക്കെ അങ്ങനെ പഠിപ്പിക്കും. അവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ എന്താ നടക്കണേന്ന് അവർക്ക് അറിഞ്ഞൂടാ. വെറുതെ മൗസ് കൊണ്ട് ഒരു എൻഡ് യൂസർ ആയിട്ടുള്ള ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ട്രെയിനിങ് ആണ് സാധാരണ കുട്ടികൾക്ക് കൊടുക്കുക. പക്ഷെ നമ്മൾ ഈ ലിനക്സ് ടെർമിനലിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ, അതിലുള്ള കമാൻഡ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഒരുവിധം കുറച്ചും കൂടെ അറിയാൻ പറ്റും. സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നത് കുറച്ചും കൂടെ നമുക്ക് സിസ്റ്റത്തിന് ആക്സസ് കിട്ടും. സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ എന്താ നടക്കണേന്നൊക്കെ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഒരുപാട് കാര്യങ്ങൾ ഈ ഗ്രാഫിക്സ് മൗസ് ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെയും ചെയ്യാൻ പറ്റും, ഈ ടെർമിനലിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ? ഡോളർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിനക്സ് പ്രോംപ്റ്റ് ആണ്. അവിടെ നമുക്ക് ലിനക്സ് കമാൻഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കാണിക്കും. മനസ്സിലായല്ലോ? എന്തെങ്കിലും വെറുതെ തെറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കണ്ടില്ല, അങ്ങനെ കമാൻഡ് ഇല്ല എന്നൊക്കെ പറയും. അപ്പോൾ ഇതിലുള്ള ഒരുപാട് കമാൻഡ്സ് ഉണ്ട്, അത് പഠിക്കണം. എപ്പോഴെങ്കിലൊക്കെ സൗകര്യം പോലെ നിങ്ങൾ പഠിക്കണം. നമുക്ക് സിലബസിലില്ല, എന്നാലും ഞാൻ ആവശ്യം വരുന്നതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഈ ടെർമിനൽ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇത്രയും മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ ഇനി ചെയ്യേണ്ടത് പൈത്തൺ എന്ന് ടൈപ്പ് ചെയ്യാം. കാണാൻ പറ്റില്ലേ നിങ്ങൾക്ക്? സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട് സാർ. ഫോണ്ട് വേണമെങ്കിൽ വലുതാക്കാൻ തോന്നും. നോട്ടെ. അപ്പൊ പൈത്തൺ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നോക്കൂ വേറൊരു പ്രോംപ്റ്റ് വരും. അതിനെയാണ് നമ്മൾ പൈത്തൺ പ്രോംപ്റ്റ് എന്ന് പറയാം. ആ പ്രോംപ്റ്റ് എങ്ങനത്തെയാന്ന് നോക്കിയേ, 3 ഗ്രേറ്റർ ദാൻ സിമ്പിളാണ് വരുന്നത്.
കണ്ടില്ലേ? 3 ഗ്രേറ്റർ ദാൻ സിമ്പിൾ അടുപ്പിച്ച് വരുന്ന ഈ പ്രോംപ്റ്റിനെ പറയുന്ന പേരാണ് പൈത്തൺ ഇന്ററാക്റ്റീവ് പ്രോംപ്റ്റ് എന്നാണ് ഇതിനെ പറയാം. അപ്പൊ നമ്മൾ പൈത്തൺ അടിച്ചപ്പോൾ നോക്കുക, സ്ക്രീനിൽ എഴുതി വന്നിട്ടുണ്ട് പൈത്തൺ 3.7, അതിന്റെ വെർഷൻ എഴുതി വന്നു. അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വന്നിട്ടുണ്ട്. മനസ്സിലായോ? ഈ പൈത്തൺ എന്ത് ടൈപ്പ്, ഏത് വെർഷൻ പൈത്തൺ ആണ് ഇവിടെ എഴുതി കാണിക്കുന്നത്? 3.7 വെർഷൻ ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലേറ്റസ്റ്റ് വെർഷൻ ആണ്. നിങ്ങൾക്ക് പഠിക്കേണ്ടത് ആക്ച്വലി പൈത്തൺ 2.7 ആണ്. പൈത്തൺ 3 ആൻഡ് അബവ് വെർഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ ഇക്കൊല്ലം തൊട്ടിട്ട് പൈത്തൺ 3 ആക്കിയിട്ടുണ്ട്. അത് പക്ഷെ പുതിയ അഡ്മിഷൻ തൊട്ടിട്ടാണ്. പക്ഷെ നിങ്ങൾക്കുള്ളത് പഴയ വെർഷൻ തന്നെയാണ്. പൈത്തൺ 3യിൽ താഴെയുള്ള വെർഷനാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. അത് രണ്ടും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. അതേ വ്യത്യാസങ്ങൾ ഞാൻ നിങ്ങളെ രണ്ടും പഠിപ്പിക്കും, പുതിയ വെർഷനും പഴയ വെർഷനും പഠിപ്പിക്കും. അപ്പൊ നിങ്ങളത് രണ്ടും മനസ്സിലാക്കി വെക്കുക, എന്താണ് വ്യത്യാസം എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെ വലിയ കാര്യമായ വ്യത്യാസമൊന്നുമില്ല, എന്നാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ പൈത്തൺ 2.7 ആണ് ശരിക്കും നിങ്ങൾ സിലബസിൽ പ്രാക്ടിക്കലൊക്കെ ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങളുടെ ഈ മൊബൈലിൽ നിങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞ ക്യൂ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അത് ചോദിക്കും, നിങ്ങൾക്ക് ഏത് വെർഷനാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. പൈത്തൺ 3 ആണോ വേണ്ടത്, അത് ബിലോ 3 ആണോ വേണ്ടത്, അബവ് 3 ആണോ വേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ടും എടുത്ത് ചെയ്യാം. കാരണം രണ്ടിലും ഞാൻ രണ്ടും നിങ്ങളെ പഠിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അത് രണ്ടും പ്രാക്ടീസ് ആയിരിക്കും. പഴയ വെർഷനും പഠിക്കുക, പക്ഷെ നമുക്ക് പുതിയതും പഠിച്ചു പോവാം. കാരണം അത് വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് പൈത്തൺ ഇന്ററാക്റ്റീവ് പ്രോംപ്റ്റ് ആണ്. ഇവിടെ നമ്മൾ എന്തെങ്കിലും, ഇപ്പൊ ഞാൻ നിങ്ങളുടെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ നോട്ട്സിൽ ഇതൊക്കെ അടിച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ കണ്ടില്ലേ, ഞാനിപ്പോ ഇൻട്രൊഡക്ഷൻ ടു പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഓൺ ദ ഡെസ്ക്ടോപ്പ്, ഓപ്പൺ എ ന്യൂ ലിനക്സ് ടെർമിനൽ ആൻഡ് സ്റ്റാർട്ട് പൈത്തൺ ബൈ ടൈപ്പിംഗ് പൈത്തൺ. ആ ടെർമിനലിൽ പൈത്തൺ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അത് ഇവിടെ പെർസെൻറ്റേജ് സിമ്പിളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡോളറിന് പകരം, അത് കുഴപ്പമില്ല. പൈത്തൺ അടിച്ചിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കുറെ പൈത്തൺ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വരും. മനസ്സിലായി? അതിന്റെ വെർഷൻ ഇവിടെ ഉണ്ടാവും. 3.6 ആണ് ഇത്. ഓക്കെ, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് 3 above is a new Python and 2 version is old version. അതുകൊണ്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ട്, അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ആദ്യം നിങ്ങളെ പഠിപ്പിക്കാൻ പോണത് എങ്ങനെ ഈ ലിനക്സ് ടെർമിനലിൽ നിന്ന് പുറത്തേക്ക് പോകാന്നുള്ളതാണ്. അതായത് നമ്മൾ ലിനക്സ് ടെർമിനൽ എടുത്തു, അതാണ് ഞാനിവിടെ ആദ്യം എഴുതി വെച്ചിരിക്കുന്നത്. കണ്ടേ, കൺട്രോൾ ഡി അടിച്ചാൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. പൈത്തണിലേക്ക് നമ്മൾ പോയിട്ട് പൈത്തണിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ കൺട്രോൾ ഡി പ്രസ് ചെയ്യണം. ഈ കൺട്രോൾ ഡി പ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു അല്ലേ? കൺട്രോൾ കീബോർഡിൽ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഡി എന്നുള്ള കീ ഞെക്കണം. കൺട്രോൾ വിടരുത്. കൺട്രോൾ ഞെക്കി പിടിച്ചിട്ട് ഡി എന്നുള്ള കീ ഞെക്കി കഴിഞ്ഞാൽ പൈത്തൺ എക്സിറ്റ് ആവും. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഓൾറെഡി നമ്മൾ പൈത്തണിലേക്കാണ് വന്നിട്ട് നിൽക്കണം. ഇവിടെ വെർഷൻ കണ്ടില്ലേ, പൈത്തണിന്റെ പ്രോംപ്റ്റ് കണ്ടല്ലോ. ഞാനിവിടെ കൺട്രോൾ ഡി പ്രസ് ചെയ്താൽ അത് വീണ്ടും ഡോളർ പ്രോംപ്റ്റിലേക്ക് പോകും, പൈത്തണിൽ നിന്ന് പുറത്തേക്ക് പോകും. അപ്പൊ പൈത്തണിൽ കടക്കാനും പൈത്തണിൽ നിന്ന് പുറത്ത് പോകാനും നമ്മൾ പഠിച്ചു. ഞാൻ വീണ്ടും പൈത്തൺ എടുക്കണു. ഇനി നമുക്ക് ഇവിടെ പൈത്തണിന്റെ ഓരോരോ കമാൻഡുകൾ നമുക്ക് പഠിക്കാം. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോണത് പൈത്തൺ ഒരു കാൽക്കുലേറ്റർ പോലെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നിങ്ങളുടെ രണ്ടാമത്തെ ഒരു ചെറിയ ചോദ്യമാണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കാൽക്കുലേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ? കാൽക്കുലേറ്റർ ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും, കമ്പ്യൂട്ടറും നിങ്ങളുടെ കയ്യിലുണ്ടാവും. അത് തമ്മിലെ വ്യത്യാസം എന്താണ്? ഓക്കെ, അപ്പൊ പടം വരയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാം, അതൊക്കെ ലെയ്മാൻ്റെ ലാംഗ്വേജിലാണ്. നമുക്ക് വേണ്ടത് അതിന്റെ ഉള്ളിലെ കമ്പ്യൂട്ടേഷനിലുള്ള വ്യത്യാസമാണ് നമുക്ക് വേണ്ടത്. അത് നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരണം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ കാൽക്കുലേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പൊ ഇതിപ്പോ നമ്മൾ നിൽക്കുന്നത് പൈത്തൺ ഇന്ററാക്റ്റീവ് പ്രോംപ്റ്റിലാണ്. അവിടെ
നമുക്ക് ഞാൻ ആദ്യം പൈത്തനോട് ഇങ്ങനെ ഇത് കാൽക്കുലേറ്ററിൽ പോകണ പോലെ നമ്മൾ ഇപ്പോൾ ഒരു നമ്പർ എനിക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ അടിച്ചു 4 എന്ന് അടിച്ചപ്പോൾ പൈത്തൺ എന്ത് ചെയ്തു, അതിന് റിപ്ലൈ ചെയ്തു 4 തന്നെയാണ്. കാണാൻ പറ്റുന്നുണ്ടോ? 7 അടിച്ചു കഴിഞ്ഞാൽ പൈത്തൺ പറയും 7 ആന്ന് പറയും. ഉടനെ പൈത്തൺ ഉടനെ മറുപടി പറയുന്ന കാരണമാണ് നമ്മൾ അതിനെന്ത് പറയണേ. ഞാൻ 4 അടിച്ചപ്പോൾ ഉടനെ 4 എന്ന് വന്നു, 7 അടിച്ചപ്പോൾ 7 എന്ന് എഴുതി കാണിച്ചു. അതായത് ഇതിന് അതുകൊണ്ടാണ് പറയണത് ഇതിനെ ഇന്ററാക്റ്റീവ് പ്രോംപ്റ്റ് ആണത്. ഇവിടെ നമ്മൾ പൈത്തനോട് ഓരോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈത്തൺ അതിന് ഉത്തരം തരും. ഇന്ററാക്റ്റീവ് നമ്മളായിട്ട്, മനസ്സിലായില്ലേ? റെസ്പോണ്ട് ചെയ്യും. ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ മിണ്ടാണ്ടിരിക്കുക, അപ്പോൾ അത് ഇന്ററാക്റ്റീവ് അല്ല. ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം പറയണം, അപ്പോഴാണ് ഇന്ററാക്റ്റീവ് ആവുക. മനസ്സിലായല്ലോ? അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളുടെ ഒരു കുഴപ്പം തന്നെയാണ്, ഇന്ററാക്റ്റീവ് ആവണം. ഞാൻ ചോദിക്കുമ്പോൾ അപ്പം തന്നെ നിങ്ങൾ ഉത്തരം പറയണം. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുക നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇല്ല, അല്ലെങ്കിൽ ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി എന്നൊക്കെയാണ് വിചാരിക്കുക. ഓക്കെ, അപ്പം ഇവിടെ ഈ പ്രോംപ്റ്റിനെ പറയണത് പൈത്തൺ ഇന്ററാക്റ്റീവ് പ്രോംപ്റ്റ് എന്നാണ് പറയാം. 3 ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ 3 എണ്ണം ഇട്ട് കഴിഞ്ഞാൽ പൈത്തൺ ഇന്ററാക്റ്റീവ് പ്രോംപ്റ്റ് എന്നാണ് പറയാം. ഓക്കെ, അപ്പം ഇങ്ങനെ വെറുതെ അടിച്ചതുകൊണ്ട് കാര്യമില്ല. പൈത്തൺ അത് വേറെ എവിടെയും സ്റ്റോർ ചെയ്യണമൊന്നുമില്ല. അപ്പോൾ അടുത്തത് ഞാൻ ഇതിനെ സ്റ്റോർ ചെയ്യാൻ പോവാണ്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാം x = 5 എന്ന് അടിക്കാൻ പോവാം. x = 5. മനസ്സിലായോ? ഇപ്പൊ പൈത്തൺ ഒന്നും മിണ്ടില്ല. നോക്കിയേ, ഒരു റെസ്പോൺസും കാണിക്കില്ല. നോക്കൂ, വീണ്ടും പ്രോംപ്റ്റ് തന്നെ കാണിച്ചു. അപ്പൊ പൈത്തൺ ഒന്നും പുറത്തേക്ക് കാണിക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? പൈത്തൺ ഇപ്പോൾ ചെയ്തത് വേറൊരു കാര്യമാണ്. എന്താ ചെയ്തത്? x = 5 എന്ന് പറയുമ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഈക്വൽ ടു എന്ന് പറയുന്നത് സാധാരണ മാത്തമാറ്റിക്കൽ ഈക്വൽ ടു അല്ലത്. മാത്തമാറ്റിക്കൽ ഈക്വൽ ടു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 2 സൈഡും ഒപ്പാണ്, 2 സൈഡും സെയിം ആണ്, ഈക്വൽ ആണ് എന്നാണ് അർത്ഥം. ഇവിടെ അതല്ല ഉദ്ദേശിക്കണം. പൈത്തണിൽ അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലായാലും ഈക്വൽ ടു എന്ന് കാണിക്കുന്നത് ദാറ്റ് ഈസ് ആൻ അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണത്. എന്താണ് അസൈൻ ചെയ്യണേ? റൈറ്റ് സൈഡിലുള്ള സംഭവങ്ങൾ എന്താണോ, റൈറ്റ് സൈഡിൽ ചിലപ്പോൾ ഒരു നമ്പർ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഇക്വേഷൻ തന്നെയായിരിക്കാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പം റൈറ്റ് സൈഡിലുള്ള സംഭവങ്ങൾ എല്ലാം കൂടെ ഇവാലുവേറ്റ് ചെയ്ത് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു വാരിയബിളിലേക്ക് അസൈൻ ചെയ്യലാണ് പൈത്തൺ അല്ലെങ്കിൽ വേറെ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയാലും ചെയ്യുക. പൈത്തൺ മാത്രമല്ല, എനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പം ഇപ്പൊ ഈ പൈത്തൺ എന്താ ചെയ്തിരിക്കണേ? 5 എന്നുള്ള ഒരു വാല്യൂ എക്സിലേക്ക് അസൈൻ ചെയ്തു. അതാണ് പൈത്തൺ പുറത്തേക്ക് ഒന്നും മിണ്ടാത്തത്. അപ്പൊ ഇപ്പൊ ഇത് കമ്പ്യൂട്ടർ ഓഫ് ആവണ വരെ, കമ്പ്യൂട്ടർ നമ്മൾ അല്ലെങ്കിൽ ഈ പൈത്തണിൽ നിന്ന് പുറത്ത് പോകുന്നത് വരെ ഈ എക്സിന്റെ വാല്യൂ 5 ആയിരിക്കും. മനസ്സിലായോ? എക്സ് എന്ന് പറഞ്ഞ് നമ്മളിനി ഒന്നില്ലെങ്കിൽ നമ്മൾ മാറ്റണം, എക്സിന്റെ വാല്യൂ വേറെ കൊടുക്കണം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓഫ് ആക്കണം. ഈ രണ്ടും ചെയ്യണ വരെ, ഓഫ് ആക്കാന്ന് വെച്ചാൽ പൈത്തണിൽ നിന്ന് പുറത്ത് പോയാൽ മതി. ഇത് രണ്ടും ചെയ്യണ വരെ എക്സിന്റെ വാല്യൂ 5 ആയിരിക്കും. അത് മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ഇനി എക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈത്തൺ ഉത്തരം പറഞ്ഞു തരും. ഇപ്പൊ ഞാൻ ഇപ്പൊ വെറുതെ എക്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. എക്സിന്റെ വാല്യൂ പൈത്തൺ അവിടെ എഴുതി കാണിക്കും. 5 എന്ന് എഴുതി കാണിച്ച് കാണല്ലേ? കണ്ടു സർ. ഇത് നിങ്ങൾ ഇനി ഞാൻ നിങ്ങളെ ഈ പൈത്തണിൽ ചെയ്യുന്ന ഈ എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ഞാൻ ഈ ടെർമിനലിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മൊബൈലിൽ ചെയ്യാം. അതും കൂടെ ഞാനൊന്ന് ആദ്യം കാണിച്ചു തരാം. അത് നിങ്ങൾ അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുക. മൊബൈലിൽ നിങ്ങളുടെ അത് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി, ഞാനിപ്പോൾ കാണിച്ചു തരണമെന്നില്ല. QPython എടുക്കുക. QPython എടുക്കുമ്പോൾ വെർഷൻ 3 above വേണോ 3 below വേണോ എന്ന് ചോദിക്കും. നിങ്ങൾ ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ഒരുപോലെ ആയിരിക്കും, ഇതിൻ്റെയൊക്കെ ഉത്തരം ഒരുപോലെ ആയിരിക്കും എല്ലാത്തിലും. അപ്പം ഇതൊക്കെ നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് നോക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അതേപോലെ ഉത്തരങ്ങൾ മനസ്സിലാവും.
മനസ്സിലാവണവരെ വീണ്ടും വീണ്ടും 2-3 പ്രാവശ്യമൊക്കെ പല ദിവസമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഈസി ആയിട്ട് പഠിക്കാവുന്ന കാര്യമുള്ളൂ. ആർക്കും പഠിക്കാവുന്ന കാര്യമുള്ളൂ. പൈത്തണൊക്കെ സ്കൂൾ പിള്ളേർക്ക് സിലബസിലുണ്ട്, അവരൊക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് പഠിക്കാം. ആകെ വേണ്ടത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക. കാരണം ആ റൂൾസ് തെറ്റിക്കാൻ പാടില്ല. ഈ പൈത്തൺ ലാംഗ്വേജ് ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവും അതിന്. ആ റൂൾസ് ഒബേ ചെയ്യുന്ന പോലെയാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ വർക്ക് ചെയ്യില്ല. നമ്മൾ സാധാരണ ഇപ്പൊ എക്സ് ഈക്വൽ ടു 5 എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ മാത്തമാറ്റിക്കൽ എക്സ് അല്ല, അത് ഈക്വൽ ടു അല്ല, അത് ഇതൊരു അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. റൈറ്റ് സൈഡിലുള്ള സംഭവങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് അതിന്റെ ഫൈനൽ വാല്യൂ ലെഫ്റ്റ് സൈഡിലുള്ള വാരിയബിളിലേക്ക് അസൈൻ ചെയ്യും. അതാണ് ഈക്വൽ ടു ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള റൂൾസ് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് നിങ്ങൾ ചുമ്മാ ഇത് വെറുതെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ ഇതിൻ്റെയൊക്കെ എക്സ്പെർട്ടായി മാറും എല്ലാവരും. മനസ്സിലായല്ലോ? ഇനിയിപ്പോൾ നമ്മൾ പൈത്തനോട് ചോദിക്കുകയാണ് ഈ എക്സ് എന്ത് ടൈപ്പാണെന്ന് ചോദിക്കുക. എന്ത് ഇപ്പൊ എക്സിനെ പറയാ, ഇപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു വാരിയബിൾ എന്നാണ് പറയാ. എക്സ് എന്ന് പറഞ്ഞത് ഒരു വാരിയബിൾ ആണ്. നമ്മൾ സാധാരണ നമ്മൾ ഇക്വേഷനുകളൊക്കെ കൊടുക്കുമ്പോൾ എക്സും വൈ ഒക്കെ കൊടുക്കൂലേ, എയും ബിയും സിയും എക്സും വൈ ഒക്കെ കൊടുക്കൂലേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ എക്സ് എന്ന് പറഞ്ഞത് ഒരു വാരിയബിൾ ആണ്. മനസ്സിലായല്ലോ? ഇപ്പൊ നമ്മളിനി പ്രോഗ്രാം പൈത്തനോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് എക്സ്, എക്സ് എന്ത് ടൈപ്പാന്ന് ചോദിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുക ടൈപ്പ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ബ്രാക്കറ്റിൽ എക്സ് ഇട്ട് കൊടുക്കുക. അപ്പൊ എക്സിന്റെ എന്ത് ടൈപ്പ് ആണെന്ന് പറഞ്ഞു തരുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ ഒരു വാരിയബിൾ ആണ്. എക്സിലേക്ക് അസൈൻ ചെയ്ത വാല്യൂ 5 ആണ്. അതുകൊണ്ട് എക്സ് എന്ത് ടൈപ്പ് ആണെന്നാണ് ഇതിനോട് ചോദിക്കണത്. ചോദിക്കുമ്പോൾ അത് പറഞ്ഞു തരും ഇറ്റ് ഈസ് എ ക്ലാസ് ഇൻഡ് ടൈപ്പ് ആണ്. ആ വാരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റിജർ ആണ്. മനസ്സിലായല്ലോ? അപ്പൊ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് ഇൻറ്റിജറും അതുപോലെ റിയൽ നമ്പറിനെ നമ്മളിവിടെ പറയാ ഫ്ലോട്ട് എന്നാണ് പറയാ. ഫ്ലോട്ട് നമ്പറും എല്ലാ നമ്പറുകളും കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് വ്യത്യാസമാണ്. കമ്പ്യൂട്ടർ അതിനു വേണ്ടി ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിക്കുന്ന മെമ്മറി ഒക്കെ വ്യത്യാസമുണ്ട്. നമുക്ക് വെറുതെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഇഷ്ടമുള്ള പോലെ. പക്ഷെ കമ്പ്യൂട്ടർ അതനുസരിച്ച് അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ കമ്പ്യൂട്ടർ എടുക്കും. പിന്നെ കമ്പ്യൂട്ടറിൽ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാലോ, എല്ലാം കൃത്യമാണ്. ഒരു കാര്യത്തിനും സംശയങ്ങളില്ല. നമ്മുടെ ഫിസിക്സിൽ നമുക്ക് ചിലപ്പോൾ സംശയങ്ങൾ വരാം. കാരണം ഒരു ചോദ്യം പറഞ്ഞു കഴിയുമ്പോൾ അത് ഉത്തരം അതായിക്കൂടെ അല്ലെങ്കിൽ ഇതായിക്കൂടെ എന്നൊക്കെ സംശയങ്ങൾ വരാം. പക്ഷെ കമ്പ്യൂട്ടറിൽ അങ്ങനെ സംശയങ്ങളില്ല. എല്ലാം വെൽ ഡിഫൈൻഡ് ആണ്. മനസ്സിലായല്ലോ? നമ്മൾ പറയുന്ന പോലെ നമ്മൾ അല്ലെങ്കിൽ ഇത് പ്രോഗ്രാമിംഗ് ഇത് ആരാണോ ഇത് ഉണ്ടാക്കി വെച്ച അയാൾ പറഞ്ഞ പോലെയാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വെൽ ഡിഫൈൻഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ക്ലാസ്സുകൾ കൃത്യമായി ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന വാക്കുകൾ അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. പുതിയ പുതിയ ടെർമിനോളജികൾ പഠിക്കുക. ഇപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. എക്സ് എന്ന് പറഞ്ഞാൽ വാരിയബിൾ ആണെന്ന് പഠിച്ചു. അപ്പൊ വാരിയബിൾ അത് പഠിച്ചില്ലേ? അസൈൻമെന്റ് ഓപ്പറേഷൻ പഠിച്ചു. ടൈപ്പ് എന്താന്ന് പഠിച്ചു. മനസ്സിലായില്ലേ? ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പഠിക്കുക. വെറുതെ മെമ്മറിയിൽ വെക്കരുത്. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുക. എക്സ് ഈസ് ദ ടൈപ്പ് ഓഫ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ ടൈപ്പ്. മനസ്സിലായില്ലേ? അങ്ങനെ പറഞ്ഞ് പഠിക്കുക. ഈ ടെർമിനോളജികളൊക്കെ പറഞ്ഞ് പഠിക്കുക. അപ്പൊ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ ഇതിൻ്റെയൊക്കെ എക്സ്പെർട്ടായിട്ട് മാറും. വളരെ ഈസിയാണത്, ഒരു ബുദ്ധിമുട്ടുമില്ല. സ്കൂൾ പിള്ളേരൊക്കെ പഠിക്കുന്ന ലാംഗ്വേജ് ആണ് പൈത്തൺ. പക്ഷെ പൈത്തൺ ഭയങ്കര പവർഫുൾ ആണ്. നാസ അവരുടെ എല്ലാ പ്രോഗ്രാമിലും സ്പേസ് റോക്കറ്റിനൊക്കെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അവർ ഉപയോഗിക്കുന്നത് പൈത്തൺ ലാംഗ്വേജ് ആണ്. ലാംഗ്വേജിനെ പറ്റിയിട്ടൊക്കെ ഞാൻ എപ്പോഴെങ്കിലും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പലതരം ലാംഗ്വേജ് ഉണ്ട്, പല ടൈപ്പ് നേച്ചർ ഉണ്ട്. അതൊക്കെ ഞാൻ കുറച്ച് എപ്പോഴെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ പറയാം. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇത് മൊബൈലിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറയണമെന്ന് മാത്രം. ഓക്കെ, 2-3 കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി ഞാൻ ചെയ്യാൻ പോണത് y ഈക്വൽ ടു 5.2. മനസ്സിലായില്ലേ? y ഈക്വൽ ടു 5.2. ഇപ്പൊ പൈത്തൺ ഒന്നും മിണ്ടുന്നില്ല.
ഇപ്പം എന്താ ചെയ്യണേ? 5.2 എന്ന് പറയുന്ന വാല്യൂ വൈയിലേക്ക് അസൈൻ ചെയ്തു. ഓക്കെ, ഇനി വൈ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പൈത്തൺ അതിൻ്റെ ഉത്തരം പറഞ്ഞു തരും, 5.2 പറഞ്ഞു തരും. അതുപോലെ നമ്മൾ ടൈപ്പ് ഓഫ് വൈ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്ത് പറയും? ടൈപ്പ് ഓഫ് വൈ ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലോട്ട് എന്ന് പറയും. അപ്പോൾ നമ്മൾ റിയൽ നമ്പറിനെ ഈ കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജിൽ പറയാം ഫ്ലോട്ട് എന്നാണ് പറയുക. ഫ്ലോട്ടിംഗ് നമ്പർ. കാരണം അതിന് ഡെസിമൽ വാല്യൂസ് ഇങ്ങനെ ഉണ്ടല്ലോ, അതുകൊണ്ട് അതിന് ഫ്ലോട്ടിംഗ് എന്നാണ് പറയുക. ഫ്ലോട്ട്, റിയൽ നമ്പർ എന്നല്ല പറയാം കേട്ടോ, ഫ്ലോട്ട് എന്നാണ് പറയാം. മനസ്സിലായല്ലോ? അപ്പൊ ഇൻറ്റിജർ ടൈപ്പ് മനസ്സിലായി. അപ്പൊ ഈ നമ്പേഴ്സ് തന്നെ പല ടൈപ്പ് ഉണ്ട്. ഇൻറ്റിജർ ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്. അതുപോലെ ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോണത്, ഞാൻ വീണ്ടും നിങ്ങളുടെ നോട്ട്സിലേക്ക് വരാം. ആ നോട്ട്സ് നിങ്ങൾ നോക്കി ഓരോന്നോരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാം അത് കേട്ടോ. അപ്പോൾ ഞാൻ നോട്ട്സിലേക്ക് വീണ്ടും വരാം. ശരിക്കും പറഞ്ഞാൽ ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. അതുപോലെ കമൻസ്, നിങ്ങൾക്ക് പ്രോഗ്രാമിങ്ങിലൊക്കെ എന്തെങ്കിലും കമൻസ് എഴുതണമെങ്കിൽ നിങ്ങൾക്കത് ഹാഷ് എന്നുള്ള സിമ്പിളോട് കൂടിയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഹാഷ് എന്ന് കഴിഞ്ഞിട്ട് എവിടെ കണ്ടാലും അതിനുശേഷം വരുന്ന എല്ലാം പൈത്തൺ ഒരു കമൻ്റ് ആയിട്ടാണ് എടുക്കുള്ളൂ. കമൻറ്റ്, ജസ്റ്റ് കമൻ്റ് അടിക്കുക എന്നൊക്കെ പറയില്ല എന്നുള്ള കമൻറ്റ് ചെയ്യണം. അതുകൊണ്ട് അത് പൈത്തൺ ഫുള്ളായിട്ട് അത് ഇഗ്നോർ ചെയ്യും. അപ്പോൾ നമുക്ക് ഡോക്യുമെൻറ്റേഷനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഹാഷ് ഉപയോഗിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാം. മനസ്സിലായില്ലേ? പിന്നെ അടുത്തത് നമ്മൾ കുറച്ച് ഓപ്പറേഷൻസ് ചെയ്യാൻ പോവാണ്. ഞാൻ വീണ്ടും പൈത്തൺ പ്രോംപ്റ്റ് എടുക്കാം. നോക്കൂ, ഇതിൽ 2 + 2 കണ്ട, കാൽക്കുലേറ്ററിൽ അടിക്കണ പോലെ നമ്മൾ 2 + 2 അടിച്ചു കഴിഞ്ഞാൽ ഉത്തരം എഴുതി കാണിക്കും. കണ്ട, 4 എന്ന് കണ്ടില്ലേ? മനസ്സിലായോ? ഇനി 2 + 2ൻ്റെ അവിടെ ഞാൻ ഹാഷ് ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കാം. ഹാഷ് ഇട്ടിട്ട് ഞാൻ ദിസ് ഈസ് അഡീഷൻ എന്നൊക്കെ എഴുതി വയ്ക്കാം. അതുകൊണ്ടൊക്കെ കുഴപ്പമുണ്ടോ? അതുകൊണ്ടൊരു കുഴപ്പമില്ല. ഇതൊരു കമൻ്റാണ്, കമാൻഡ് അല്ല കേട്ടോ, കമൻറ്റ്. ഞാൻ ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചുകൊണ്ടാവും. അതേ ഉത്തരം തന്നെ കാണിക്കണം. കാരണം ഹാഷിന് ശേഷമുള്ള എല്ലാം അത് ഇഗ്നോർ ചെയ്യും. ഹാഷ് എഴുതുന്നത് ഡോക്യുമെൻറ്റേഷൻ പർപ്പസിനാണ്. ഈ പ്രോഗ്രാം ആരെഴുതി, എന്താണ് ഈ പ്രോഗ്രാമിൻ്റെ പർപ്പസ് എന്നൊക്കെ നമുക്ക് ഒരു പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ എഴുതി വെക്കണമെങ്കിൽ ഇതുപോലെ ഹാഷ് ഇട്ടിട്ട് അതിന് ശേഷം എഴുതി വയ്ക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ പ്ലസ് മനസ്സിലായില്ല? പ്ലസ് ആണ് അഡീഷൻ. ഇനി ഇതുപോലെ ഞാൻ മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിക്കാം. 2 ആസ്ട്രിക് ആണ് മൾട്ടിപ്ലിക്കേഷൻ. 2 × 3 കണ്ട, മനസ്സിലായില്ലേ? മൾട്ടിപ്ലിക്കേഷൻ എന്താ ഉപയോഗിക്കുക? സ്റ്റാർ എന്ന് പറയും ചില കുട്ടികൾ, തെറ്റാണ്. ആസ്ട്രിക് എന്നാണ് അതിൻ്റെ പേര്, ശരിക്കുള്ള പേര്. അപ്പം അതും നിങ്ങളൊരു അസൈൻമെൻ്റ് ആയിട്ട് എഴുതണം. അസൈൻമെൻറ്റ് വേറെ ഒന്നുമല്ല, കീബോർഡിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും കറക്റ്റായിട്ടുള്ള പേര് എന്താണെന്ന് എഴുതണം. അത് നിങ്ങൾ പറഞ്ഞ് ഇതിന് സ്റ്റാർ എന്നൊക്കെ വിളിക്കും, പക്ഷെ സ്റ്റാർ അല്ല, അത് ആസ്ട്രിക് എന്നാണ് അതിൻ്റെ പേര്. അതുപോലെ കീബോർഡിൽ കുറേ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഞാൻ അസൈൻമെൻ്റ് ആയിട്ട് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടാം. അപ്പോൾ കീബോർഡ് ക്യാരക്ടേഴ്സ് എല്ലാവരും എഴുതണം. കീബോർഡ് നിങ്ങളുടെ മിക്കവാറും എല്ലാവരുടെയും കയ്യിലുണ്ടാവും, ലാപ്ടോപ്പിലുണ്ടാവും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാണെങ്കിൽ അതിലുണ്ടാവും. കീബോർഡ് ക്യാരക്ടേഴ്സിൻ്റെ പേര് നമ്മൾ അറിഞ്ഞിരിക്കണം, കാരണം നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും പേര് അറിഞ്ഞിരിക്കണം. അപ്പോൾ പ്ലസ് പഠിച്ചു. ഇനി മൈനസ് പഠിക്കാം. നമുക്ക് 6 മൈനസിന് മൈനസ് തന്നെ, 6 - 2 ഉത്തരം 4. അപ്പോൾ പ്ലസ് പഠിച്ചു, മൈനസ് പഠിച്ചു, മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു. ഇനി ഡിവിഷൻ പഠിക്കാം. ഡിവിഷൻ 7 /